ഫെബ്രുവരി മാസത്തെ GST 3B ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ചില ഇഷ്യൂസ് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. അതായത് നമ്മൾ നോർമലി സെറ്റ് ഓഫ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രൊസീഡ് ടു ഫയൽ, അതായത് OTP കൊടുക്കുന്നു, ഫയൽ ചെയ്യുന്നു. ഇങ്ങനെയായിരുന്നു 3B ഫയൽ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ പ്രീവിയസ് പീരീഡിൽ ഏതെങ്കിലും ഒരു മന്തിലെ സെയിൽസ് ഈ മന്തിൽ കാണിച്ച് നിങ്ങൾ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ഇൻട്രസ്റ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസത്തെ ടോട്ടൽ സെയിൽ എത്രയാണെന്ന് നിങ്ങൾ കാണിക്കണം. ഇൻ അഡീഷൻ ടു ദാറ്റ് കഴിഞ്ഞ മാസത്തെ സെയിൽസ് ഏതെങ്കിലും ഈ മാസത്തിൽ കാണിച്ചു പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. സോ അതിനനുസരിച്ച് അവർക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പ്രൊസീജിയറിലൂടെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് GST 3B ഇപ്പോൾ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. പ്രാക്ടിക്കലി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഫെബ്രുവരി മന്തിലെ 3B ഫയൽ ചെയ്യാൻ നോക്കുകയാണ്. സോ മന്ത്ലി 3B എടുക്കുക. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ നോർമലി പേയ്മെൻറ്റ് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് എല്ലാം ഓട്ടോമാറ്റിക്കലി കഴിഞ്ഞിട്ടുണ്ട്. നൗ പ്രൊസീഡ് ടു ഫയൽ കൊടുത്ത് നമ്മൾ OTP കൊടുത്ത് നമ്മൾ ഫയൽ ചെയ്യുകയാണ് പതിവ്. പക്ഷെ ഇപ്പോൾ അത് എനേബിൾ ആയിട്ട് കിടക്കുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ടാക്സിൻ്റെ മന്ത്ലി ബ്രേക്കപ്പ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഫെബ്രുവരി മന്തിൽ CGST SGST ആയിട്ട് ഒരു 43,622 രൂപ വെച്ചിട്ട് കിടക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി മന്തിൽ മാത്രമാണെന്നാണ്. സപ്പോസിങ്ങിൽ ഇത് വേറൊരു മന്തിൽ ടാക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഏത് മന്താണോ നമ്മൾ ആ മന്ത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഓഗസ്റ്റ് 2025 എടുത്തിട്ടുണ്ട്. അന്ന് നമുക്കൊരു 10,000 രൂപയുടെ ടാക്സ് ലയബിലിറ്റി ഉണ്ടായിരുന്നു എന്ന് നോക്കുക. അപ്പോൾ മുകളിൽ നമ്മൾ ആ 43,000 ഓട്ടോമാറ്റിക്കലി 33,622 ആയിട്ട് മാറും. സോ ഇതിനനുസരിച്ചിട്ടാണ് അവർ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ടാക്സ് കാര്യങ്ങളെല്ലാം ഇൻട്രസ്റ്റ് എല്ലാം അവർ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യും. സപ്പോസിംഗ്ലി നമ്മൾ ഫെബ്രുവരി മാസത്തിൽ കാണിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് ആ മാസം തന്നെയാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സേവ് കൊടുത്തതിന് ശേഷം ദെൻ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ പ്രൊസീഡ് ഫയൽ വിത്ത് EVC കൊടുത്താൽ മതി. അപ്പോൾ അവിടെ എനേബിളായിട്ട് കിടക്കുന്നുണ്ടാവും. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ വെരിഫിക്കേഷൻ ടിക്ക് ചെയ്യുക, നമ്മുടെ ക്ലയൻറ്റിൻ്റെ പേര് സെലക്ട് ചെയ്യുക, ദെൻ ഫയൽ 3B വിത്ത് EVC. സോ നോർമൽ പ്രൊസീജിയറിലേക്ക് കിടക്കാം. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ.